ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ നമ്മുടെ ബ്ലോക്ക് 1 അല്ലെ, കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ MES 012ന്റെ പേപ്പർ, അതിന്റെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷന്റെ ആദ്യത്തെ പാഠഭാഗം യൂണിറ്റ് 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഇൻട്രോഡക്ഷൻ. സോ ബിഫോർ ദാറ്റ്, ഇതിന്റെ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, ഇതെല്ലാം, പിന്നെ അത് കൂടാതെ അടിസ്ഥാനങ്ങൾ, ഫൗണ്ടേഷൻസ്, അതുപോലെ തന്നെ തിയറീസ്, എന്തൊക്കെ സിദ്ധാന്തങ്ങളാണ് ഇതിലുള്ളത്, എന്തൊക്കെ സവിശേഷതകളാണ് വിദ്യാഭ്യാസത്തിന്റെ ഉള്ളത്, ഇതെല്ലാം നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമുക്കാദ്യം എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്നത് നോക്കാം. ആദ്യം വിദ്യാഭ്യാസത്തിന്റെ കോൺസെപ്റ്റ്, വിദ്യാഭ്യാസം എന്താണ്, ആ ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം വിദ്യാഭ്യാസം ഏത് വാക്കിൽ നിന്നിട്ടാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്, അത് പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ഡെഫിനിഷൻസ്, ഒരുപാട് നിർവചനങ്ങൾ പറയുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ, അതും പഠിക്കണം. പല ഫേമസ് ചിന്തകര് പറഞ്ഞിട്ടുള്ള നിർവചനങ്ങളുണ്ട്. അതുകൂടാതെ സിദ്ധാന്തങ്ങൾ, വിദ്യാഭ്യാസത്തിന്റെ സിദ്ധാന്തങ്ങൾ നമ്മൾ ഇതിലൂടെ പഠിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഫീച്ചേഴ്സ്, അതായത് സവിശേഷതകൾ. ഇനി ഈ പാഠഭാഗം പഠിക്കുന്നതിലൂടെ നമുക്ക് ആദ്യമായിട്ട് വിദ്യാഭ്യാസം എന്താണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ നിർവചനങ്ങൾ, സ്പിരിച്വൽ, ആത്മീയമായിട്ടുള്ള നിർവചനങ്ങൾ, പിന്നെ മനുഷ്യ സഹജമായിട്ടുള്ള നിർവചനങ്ങൾ, സൊസൈറ്റിയുമായി, അതായത് സമൂഹവുമായി റിലേറ്റഡ് ആയിട്ടുള്ള നിർവചനങ്ങളൊക്കെ ഇതിൽ പഠിക്കാനുണ്ട്. ഇനി അതുകൂടാതെ തിയറീസ് അല്ലെ, സിദ്ധാന്തങ്ങളുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് തിയറി, വിവരണാത്മക തിയറി ഉണ്ട്, പ്രായോഗിക തിയറികളുണ്ട്, സിദ്ധാന്തവും ഉണ്ട് ഇതിൽ പഠിക്കാൻ. അതുപോലെ മോഡൽസ്, മാതൃകകൾ, മെക്കനിസ്റ്റിക് മോഡൽ, അതുപോലെ ഓർഗാനിസ്മിക് മോഡൽ അപ്രോച്ചസും പഠിക്കാനുണ്ട്. ഈ സമീപനങ്ങളും നമുക്ക് ഇതിലൂടെ പഠിക്കാനുണ്ട്. ആൻഡ് ഫിഫ്ത് വൺ, അതായത് ലാസ്റ്റ് തിങ് ഇസ് എഡ്യൂക്കേഷന്റെ, ഈ വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതകളും. ഇത്രയും ഭാഗം നമുക്ക് ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിലൂടെ, ഈ ഒരു പാഠഭാഗം പഠിക്കുന്നതിലൂടെ നമുക്ക് സ്വായത്തമാക്കാം. സോ അടുത്തത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലെ എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, എന്തിനു നമ്മൾ പഠിക്കണം എന്നുള്ള ചിന്ത നമ്മൾ, അല്ലെങ്കിൽ എന്നുള്ള ചോദ്യം നമ്മൾ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവര് പറയും ജോലി കിട്ടാനാണ്, അല്ലെങ്കിൽ അറിവ് കിട്ടാനാണ്, അല്ലെങ്കിൽ എനിക്കൊരു സമൂഹത്തിൽ ഒരു ഉന്നത പദവി കിട്ടണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നൊക്കെ കുട്ടികൾ പറയുമായിരിക്കും അല്ലെ. കുട്ടികളെന്നല്ല ആരും. പക്ഷെ യഥാർത്ഥത്തിൽ അതാണോ? അല്ല, അല്ലേ? അതുപോലെ നമ്മുടെ സാമൂഹിക ശാസ്ത്ര മേഖലയിലായാലും, സോഷ്യോളജി ഫീൽഡിൽ ആയാലും, അതുപോലെ മെന്റൽ ഹെൽത്ത്, അതായത് സൈക്കാട്രി ഫീൽഡിലായാലും നമ്മുടെ വിദ്യാഭ്യാസത്തെ പല രീതിയിലാണ് കാണുന്നത്. സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ എങ്ങനെയാ വിദ്യാഭ്യാസത്തെ ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് കാണുന്നത്, ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. എന്നാൽ സോഷ്യോളജിസ്റ്റോ സമൂഹത്തിൽ എങ്ങനെ ഒരു വ്യക്തിയെ വളരെ സ്വഭാവ രൂപീകരണങ്ങളൊക്കെ നടത്തി എങ്ങനെ ഇടപെടുത്താം, അതായത് നല്ല രീതിയിൽ സൊസൈറ്റിയിൽ ഇടപെടുത്താം എന്നുള്ള രീതിയിലാണ് സോഷ്യോളജിസ്റ്റ് ചിന്തിക്കുന്നത്. എന്നാൽ സൈക്കാട്രിക് ഫീൽഡിലോ മാനസിക ആരോഗ്യവുമായിട്ട് എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിനുള്ള ബന്ധം, അത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? മൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി മാറേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ അല്ലെ, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ട ഒന്നാണ് വിദ്യാഭ്യാസം അല്ലെ. സോ വിദ്യാഭ്യാസ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാക്ക് എന്തിൽ നിന്നാണ് ഉണ്ടായത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ എന്ന വാക്ക് ലാറ്റിൻ പദമായിട്ടുള്ള എഡ്യൂക്കാറെ, എഡ്യൂസെറെ ആൻഡ് എഡ്യൂക്കാണ്ട്, ഇങ്ങനെയുള്ള 4 പദങ്ങളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. എഡ്യൂക്കാറെ, ടു ബ്രിങ് അപ്പ്, അല്ലെങ്കിൽ ടു നറിഷ്, വളർത്തിയെടുക്കുക, പരിപോഷിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് എഡ്യൂക്കാറെ. എഡ്യൂസെറെ എന്ന് പറഞ്ഞാൽ ടു ബ്രിങ് ഫോർത്ത്, അല്ലെങ്കിൽ ടു ഡ്രോ ഔട്ട്, അതായത് ഉള്ളിലുള്ളതിനെ പുറത്തേക്കെടുക്കുക, ഉള്ളിലുള്ള കഴിവിനെ പുറത്തേക്കെടുക്കുക. അതുപോലെ എഡ്യൂക്കാണ്ടത്തിലെ ഉദ്ദേശിക്കുന്നത്, എന്ന് പറയുന്നത് ഇൻവേർഡ്, അതായത് ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. അതുപോലെ ഡ്യൂക്കോ മീൻസ് ഡെവലപ്പിംഗ്, വികാസം അല്ലെങ്കിൽ പുരോഗതി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ 3 തലത്തിലാണ്, അല്ലെങ്കിൽ 3 ലാറ്റിൻ വേർഡ്സ് അല്ലെങ്കിൽ ആ ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്, വിദ്യാഭ്യാസം എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. എഡ്യൂക്കാറെ, എഡ്യൂസെറെ ആൻഡ് എഡ്യൂക്കാണ്ട്. അടുത്തത്
വിദ്യാഭ്യാസം നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ചിന്താഗതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അല്ലെ. ഇന്ത്യയിൽ നമുക്കറിയാം ഗുരുകുല സമ്പ്രദായത്തിനാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം. ഗുരു ശിഷ്യബന്ധം അതിന് ഇമ്പോർട്ടന്റ് ആയിരുന്നു അല്ലെ. നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് ശിക്ഷ എന്ന് പറയുന്നു, വിദ്യ എന്ന് പറയുന്നു. ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ എന്ന് പറയുന്നത് ഷാസ് എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് പദത്തിൽ നിന്ന് വന്നതാണ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ ടു കൺട്രോൾ അല്ലെങ്കിൽ ടു ഡിസിപ്ലിൻ, അച്ചടക്കം അല്ലെങ്കിൽ നിയന്ത്രണം എന്നാണ് അതിന്റെ അർത്ഥം. വിദ്യ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് ഉണ്ടായത്. വിദ്യ എന്ന് പറയുന്ന എന്താ? ടു നോ, അറിവ് അല്ലെങ്കിൽ അറിയാനുള്ള ജിജ്ഞാസ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? A learner must be disciplined and develop curiosity to acquire new knowledge for a fruitful life. അതായത് ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തു വേണം? ഒരു വ്യക്തിക്ക് അച്ചടക്കം വേണം. അച്ചടക്കം ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ജിജ്ഞാസ ഉണ്ടാവുകയുള്ളൂ. ജിജ്ഞാസ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തി പഠിക്കുകയുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അത് ആ പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? ലാറ്റിൻ പദങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന്റെ വാക്കുകളും നമ്മൾ പഠിച്ചു ഇല്ലേ. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിന് പല നിർവചനങ്ങളാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിനെ പല തലങ്ങളിൽ നിർവചിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എഡ്യൂക്കേഷൻ ആസ് എ സ്പിരിച്വൽ പെർസ്യൂട്ട്. അതായത് ആത്മീയപരമായിട്ടുള്ള രീതിയിൽ എഡ്യൂക്കേഷനെ നിർവചിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തെ. ട്രെൻഡ് ടു ഡെവലപ്മെന്റ് ഓഫ് ഇനേറ്റ് ഹ്യൂമൻ പൊട്ടൻഷ്യാലിറ്റീസ്, അതായത് മനുഷ്യന്റെ ഉള്ളിലുള്ള സഹജമായിട്ടുള്ള കഴിവിനെ പുറത്തെടുക്കുക. ആ രീതിയിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ നിർവചിച്ചിരിക്കുന്നത്. മൂന്നാമത്തത് സോഷ്യൽ ഓറിയന്റേഷൻ, അതായത് സമൂഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടെങ്ങനെ നമുക്ക് വിദ്യാഭ്യാസത്തെ നിർവചിക്കാം. ഇങ്ങനെ 3 രീതിയിലാണ് വിദ്യാഭ്യാസത്തെ നിർവചിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ വിദ്യാഭ്യാസത്തെ ഒരു നിർവചനം എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ അതൊരു വലിയൊരു ദൗത്യപൂർണമായിട്ടുള്ള ഒന്നാണ്. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നിർവചനം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഓരോ നിലയ്ക്കും സഞ്ചരിക്കാം. ആദ്യത്തത് സ്പിരിച്വൽ പെർസ്യൂട്ട്, അതായത് ആത്മീയപരമായിട്ടുള്ള നിർവചനമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യം ഉപനിഷത്തുകളിൽ പറയുന്നത് സാൽവേഷൻ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടുന്ന, അതായത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് മോക്ഷം സാധ്യമാവുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത്? ഉപനിഷത്തുകളിൽ പറയുന്നത്. അതുപോലെ ഋഗ്വേദയിൽ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ സെൽഫ് റിലയന്റ് ആവുന്നത് അല്ലെങ്കിൽ ആശ്രയം അല്ലെ, സ്വാശ്രയം, അതുപോലെ തന്നെ സെൽഫ്ലെസ്, നിസ്വാർത്ഥനാകുന്നത് എപ്പോഴാണ്? വിദ്യാഭ്യാസം കിട്ടുമ്പോഴാണ് എന്നാണ് ഋഗ്വേദ പറയുന്നത്. അതുപോലെ ആദിശങ്കരാചാര്യ പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വയം മനസ്സിലാക്കലാണ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ ആണ്. അതുപോലെ സ്വാമി വിവേകാനന്ദ പറയുന്നത് ഒരു മനുഷ്യരിലെ ഡിവൈൻ ഡിവൈൻ പെർഫെക്ഷൻ, മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ, ഒരു വ്യക്തിയുടെ ഉള്ളിലെ ദൈവികമായ ഒന്നിനെ വെളിച്ചത്തിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 4 രീതിയിലാണ് വിദ്യാഭ്യാസത്തെ ആത്മീയപരമായിട്ട് നിർവചിച്ചിരിക്കുന്നത്. ഉപനിഷത്തുകൾ പറഞ്ഞതും ഋഗ്വേദ പറഞ്ഞതും ആദിശങ്കരാചാര്യ പറഞ്ഞതും വിവേകാനന്ദ പറഞ്ഞതും എല്ലാം ആത്മീയപരമായിട്ടുള്ള രീതിയിൽ, അതായത് മനുഷ്യന്റെ ഉള്ളിലെ ദൈവികപരമായിട്ടുള്ള ഒന്നിനെ വളർത്തിയെടുക്കുക അല്ലെങ്കിൽ അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവരൊക്കെ ഈ ആത്മീയ നിർവചനങ്ങളിലൂടെ പറയുന്നത്. അടുത്തത് ട്രെൻഡ് ടു ഇനേറ്റ് പൊട്ടൻഷ്യാലിറ്റി, അതായത് മനുഷ്യ സഹജമായിട്ടുള്ള ഒന്നിനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. അതായത് റൂസോ അല്ലെ, അദ്ദേഹം പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിലുള്ള വികാസത്തെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്നാണ് റൂസോ പറയുന്നത്. അതുപോലെ തന്നെ പ്ലാറ്റോ, അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ സൗന്ദര്യപൂർണമായിട്ടുള്ള ഒന്നിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒരു വികാസമാണ്. അതായത് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് വളരെ നല്ല കഴിവുകൾ ഉണ്ടാവും ഒരു വ്യക്തിക്ക്, അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്നാണ് പ്ലാറ്റോ പറയുന്നത്. അതുപോലെ ഫ്രോബൽ, അൺഫോൾഡ്മെന്റ് ഓഫ് വാട്ട് ഇസ് ഓൾറെഡി എൻഫോൾഡഡ് ഇൻ ദ ജീൻ, അതായത്
അവന്റെ ഉള്ളിൽ എന്ത് കഴിവാണോ ഉള്ളത് അതിനെ പുറത്തേക്ക് എടുക്കുക എന്നും കൂടി ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ മഹാത്മാഗാന്ധി പറയുന്നത് ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് മാൻ, അതായത് ഒരു മനുഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെയോ ഉള്ളിലെ എന്താ അവന്റെ ശരീരത്തിന്റെയോ അല്ലെങ്കിൽ മനസ്സിന്റെയോ ആത്മാവിന്റെയോ മൊത്തമായിട്ടുള്ള വികാസത്തെയാണ് എന്തെന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നത് എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. അതുപോലെ ടി.പി. നൺ പറയുന്നത് മൊത്തമായിട്ടുള്ള വികാസം, ഒരു വ്യക്തിയുടെയോ ഒരു കുട്ടിയുടെ മൊത്തമായിട്ടുള്ള വികാസത്തെയാണ് ടി.പി. നൺ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതില് റൂസോ പറയുന്നത് കേട്ടു, പ്ലേറ്റോ പറയുന്നത് കേട്ടു, മഹാത്മാഗാന്ധി പറയുന്നത് കേട്ടു, ഫ്രോബൽ, ടി.പി. നൺ എന്നിവരുടെ നിർവചനങ്ങൾ നമ്മൾ കേട്ടു അല്ലെ. ഇനി അടുത്തത് ട്രെൻഡ് 3, സോഷ്യൽ ഓറിയന്റേഷൻ. എങ്ങനെ നമുക്ക് സമൂഹവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വിദ്യാഭ്യാസത്തെ നിർവചിക്കാം എന്ന് നോക്കാം. ആദ്യത്തേത് കൗടില്യ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് രാഷ്ട്രത്തിന് വേണ്ടിയും അതുപോലെ തന്നെ രാഷ്ട്രത്തിനോടുള്ള സ്നേഹം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസം എന്നാണ് കൗടില്യ പറഞ്ഞത്. അതുപോലെ ജോൺ ഡുവി പറഞ്ഞത് നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങളിൽ എത്രത്തോളം ഒരു വ്യക്തിക്ക് പങ്കാളിയാവാം ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കലാണ് എന്നാണ് ജോൺ ഡുവി പറഞ്ഞത്. അതുപോലെ എഡ്ഗർ ഫോർ പറയുന്നത് എഡ്യൂക്കേഷൻ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്ത്? അതായത് നമ്മുടെ പവർ, അധികാരത്തെയും അതുപോലെ തന്നെ നമ്മുടെ മൂല്യത്തെയും സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? വിദ്യാഭ്യാസം എന്നാണ് എഡ്ഗർ ഫോർ പറഞ്ഞത്. അപ്പോ ഇത് കൗടില്യ പറഞ്ഞത്, ജോൺ ഡൂവി, ഇവരൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിർവചനങ്ങളാണ് അല്ലെ. അപ്പോ നമ്മളിപ്പോ നിലവില് എത്ര നിർവചനങ്ങൾ പഠിച്ചു? ഏത് തലങ്ങൾ പഠിച്ചു? ഒന്നാമത്തേത് ആത്മീയപരമായിട്ടുള്ള തലങ്ങൾ പഠിച്ചു, നിർവചനങ്ങൾ അല്ലെ. പിന്നെ നമ്മൾ ഇനേറ്റ് പൊട്ടൻഷ്യാലിറ്റി, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന കഴിവുകൾ അതിനെ പുറത്തേക്ക് എടുക്കാം എന്നുള്ളത് പഠിച്ചു. അതുകൂടാതെ നമ്മളിപ്പോ സമൂഹവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടിട്ടുള്ള നിർവചനങ്ങളും ഇപ്പോൾ പഠിച്ചു അല്ലെ. ഇനി അടുത്തതിലേക്ക് കടക്കാം. അടുത്തത് നമുക്കൊന്ന് പരിശോധിച്ചാലോ, നമ്മൾ ഇതുവരെ പഠിച്ചത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു സെഷനിൽ. ഇവിടെ വിവേകാനന്ദ പറഞ്ഞു, അതായത് കറക്റ്റ് ആയിട്ട് ആ ഒരു നിർവചനങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയ ഒരാൾക്കാണെങ്കിൽ ഇത് വ്യക്തമായിട്ടും വളരെ എളുപ്പത്തിലും ചെയ്യാൻ സാധിക്കും. വിവേകാനന്ദ, റൂസോ, കൗടില്യ. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത് ട്രെയിനിങ് ഫോർ ദ കൺട്രി ഓർ നേഷൻ, മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ഡിവൈൻ പെർഫെക്ഷൻ, ഡെവലപ്മെന്റ് ഫ്രം വിത്തിൻ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോ ആദ്യം വിവേകാനന്ദ എന്താണ് പറഞ്ഞത്? വിവേകാനന്ദ പറഞ്ഞത് എന്താ? മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ അല്ലെ, ആത്മീയപരമായുള്ള നിർവചനമാണ് വിവേകാനന്ദ തന്നത്. അതുപോലെ റൂസോ എന്താണ് പറഞ്ഞത്? റൂസോ ഡെവലപ്മെന്റ് ഫ്രം വിത്തിൻ, അതായത് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തെടുക്കുന്നതിനെ പറ്റിയാണ് റൂസോ പറഞ്ഞത്. കൗടില്യ പറഞ്ഞത് എന്താണ്? രാജ്യത്തിന് വേണ്ടിയുള്ള ട്രെയിനിങ് അല്ലെ, ട്രെയിനിങ് ഫോർ ദ കൺട്രി ഓർ നേഷൻ, രാജ്യത്തിനോടുള്ള സ്നേഹം എന്നുള്ള രീതിക്ക് അല്ലെ, അതാണ് കൗടില്യ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു ഉത്തരങ്ങൾ കിട്ടി എന്നും ഇത്രയും ഭാഗം മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇനി നമ്മുടെ ടി.ഡബ്ല്യു. മൂർ പറഞ്ഞ ലോജിക്കൽ, യുക്തിപരമായിട്ടുള്ള ലെവൽസ്, പലതരത്തില് നമ്മുടെ തിയറീസിനെ നിർവചിക്കാം. അതെങ്ങനെയാണ്? അതായത് പല രീതിയിൽ മൂർ പറയുന്ന പല തലങ്ങളുണ്ട്. എഡ്യൂക്കേഷണൽ പ്രാക്ടീസ്, എഡ്യൂക്കേഷണൽ തിയറൈസിങ്, എഡ്യൂക്കേഷണൽ തിയറി. ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാം. അതായത് എഡ്യൂക്കേഷണൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങും. സോ ഇത് ടി.ഡബ്ല്യു. മൂർ നമുക്ക് വേണ്ടി, അതായത് എഡ്യൂക്കേഷണൽ തിയറി, സിദ്ധാന്തം, വിദ്യാഭ്യാസ സിദ്ധാന്തം ഏത് രീതിയിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇത് പറയുന്നത്. ആദ്യം ഒരു അധ്യാപകൻ തന്നാൽ കഴിയുന്ന വിധമുള്ള കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നു. അതായത് ഒരു അക്ഷരമാല പഠിപ്പിക്കുകയാണ് ഒരു ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികളെ. അപ്പോ അവന് ആ വിദ്യാർത്ഥികൾക്ക് അധ്യാപകൻ എന്ത് നൽകുന്നു? എല്ലാ പഠന സൗകര്യങ്ങളും ഈ പഠന രീതികളും മോട്ടിവേഷൻസ് അല്ലെ, മിഠായികൾ കൊടുത്ത് അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരത് പഠിച്ചെടുക്കുന്നു വളരെ നല്ല രീതിയിൽ. അതാണ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസ്. അതിനുശേഷം എഡ്യൂക്കേഷണൽ തിയറൈസിങ്, അധ്യാപകൻ ആലോചിക്കുകയാണ് എന്ത്? ഇപ്പൊ അക്ഷരങ്ങൾ പഠിച്ചു, ഇനി ഓരോ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തൊരു പദമായി അവർ പറയണ്ടേ, അതിനെങ്ങനെ സാധിക്കും എന്ന് ആലോചിക്കുന്നു അല്ലെ അധ്യാപകൻ. അങ്ങനെ എഡ്യൂക്കേഷണൽ തിയറൈസിങ് വരുന്നു.
അധ്യാപകൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ എനിക്ക് പഠിപ്പിക്കാം. അപ്പം അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉരുത്തിരിഞ്ഞു വരെയാണ്, അതായത് ചിത്രത്തിലൂടെ, ഒരു പൂർണ്ണ ചിത്രത്തിലൂടെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളത്. ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് കുട്ടിയിലേക്ക് ആ പഠനം എത്തിക്കുന്നു. പദങ്ങൾ ചേർത്തുകൊണ്ട്, ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് പദങ്ങൾ പറയിപ്പിക്കുന്നു. അതിലൂടെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ആ കുട്ടിക്ക്, അല്ലെങ്കിൽ ആ ക്ലാസ് റൂമിലുള്ള കുട്ടികൾക്ക് പദങ്ങൾ പറയാൻ സാധിക്കുന്നു. അതാണ് എഡ്യൂക്കേഷണൽ തിയറി. ദാറ്റ് ഇസ് എ റിസൾട്ട്, അല്ലെ? നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്, ആ അധ്യാപകന് കിട്ടിയ റിസൾട്ട് എന്താണ്? കുട്ടികൾ എല്ലാവരും ആ പദങ്ങൾ വെച്ച്, അതായത് ചിത്രങ്ങളിലൂടെ അവർ പഠിച്ചെടുക്കുന്നു, അല്ലെ? സോ ഈ ഒരു രീതി നമുക്ക് ഏത് സിദ്ധാന്തവുമായിട്ട് കണക്ട് ചെയ്യാം എന്ന് അറിയോ? കൺസ്ട്രക്റ്റീവിസം എന്ന് പറയുന്ന സിദ്ധാന്തവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എടുക്കുന്ന പഠന രീതികൾക്കും ഒരു എഡ്യൂക്കേഷണൽ തിയറി ഉണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിദ്ധാന്തവുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് TW മൂർ പറയുന്നത്. ഇനി നമുക്ക് സിദ്ധാന്തത്തിലേക്ക് കടക്കാം, അല്ലെ? നമ്മളപ്പം പഠിച്ചു, സിദ്ധാന്തം വരെ എത്തുന്ന രീതികളും എല്ലാം ഇതുവരെ പഠിച്ചു. ഇനി സിദ്ധാന്തങ്ങൾ പലതരത്തിലുണ്ട്, അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ 2 തരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് തിയറീസ്, അതുപോലെ പ്രാക്ടിക്കൽ തിയറി. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ വിവരണാത്മക തിയറി, അല്ലെ? സിദ്ധാന്തം. പ്രാക്ടിക്കൽ ആക്കുക, അല്ലെങ്കിൽ പ്രായോഗികമാക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കൽ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് എന്ത് കൊടുക്കുന്നു, ആ ഒരു വസ്തുത മാത്രം നോക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ അധ്യാപകന് അറിയാം ആ കുട്ടിയെ പറ്റി. ആ കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നു, അത് ഇൻട്രോവേർട്ട് ആണെന്ന് അധ്യാപകൻ അറിയാം. അപ്പോ അതൊരു ഫാക്റ്റ് ആണ്, ആ കുട്ടി ഇൻട്രോവേർട്ട് ആണ്. ആ ഫാക്റ്റ് മാത്രം പറയുന്നു, അല്ലെങ്കിൽ അത് ശരിയാണോ, ആ വസ്തുത ശരിയാണോ തെറ്റാണോ, ഇതൊക്കെ മനസ്സിലാക്കുന്ന വെറും ഒരു തിയറി മാത്രമാണ്, സിദ്ധാന്തമാണ് വിവരണാത്മക തിയറി. മനസ്സിലായോ? അതുപോലെ പ്രായോഗികമാക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രാക്ടിക്കൽ തിയറി, അല്ലെങ്കിൽ പ്രായോഗിക സിദ്ധാന്തത്തിൽ വരുന്നത്. അതായത് ഞാനിവിടെ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കുട്ടി ഇൻട്രോവേർട്ട് ആണ്, അത് ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ആരുമായിട്ട് കൂട്ടുകൂടുന്നില്ല, അല്ലെ? ഇൻട്രോവേർട്ട് ആണ് നമുക്ക് മനസ്സിലാവുന്ന ആ ഫാക്ട്, ആ വസ്തുത മനസ്സിലാക്കി. അതാണ് ഡിസ്ക്രിപ്റ്റീവ് തിയറി, അല്ലെങ്കിൽ വിവരണാത്മക സിദ്ധാന്തം. എന്നാൽ അത് പ്രാക്ടിക്കൽ ആകുന്നത് എങ്ങനെയാണ്? ആ കുട്ടിയെ ഗ്രൂപ്പ് ഡിസ്കഷനിലോ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലോ പങ്കുചേർക്കുമ്പോൾ അതെന്തായി മാറുന്നു? പ്രാക്ടിക്കൽ തിയറി, അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള സിദ്ധാന്തമായി മാറുന്നു, അല്ലേ? അതുപോലെ നമുക്ക് ഈ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർ, അതായത് അധ്യാപകരായിക്കോട്ടെ, അല്ലെ, അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് അതിലൂടെ കാണിക്കുന്നത്. ഇനി 2 തിയറീസ് പഠിച്ചു, അല്ലെ? ഇനി അത് മറക്കരുത്. ഡിസ്ക്രിപ്റ്റീവ് വിവരണാത്മക തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ തിയറി ഉണ്ട്, അല്ലെ? പ്രായോഗിക തിയറി. ഇത് രണ്ടും എന്താണെന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പ്രാക്ടിക്കൽ തിയറിയെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പെഡഗോഗിക്കൽ, അതുപോലെ തന്നെ ജനറൽ തിയറി. പെഡഗോഗിക്കൽ എന്ന് പറഞ്ഞാൽ അത് ക്ലാസ് റൂം ടീച്ചിങ്ങിനെയാണ് ബന്ധിപ്പിക്കുന്നത്. ഒരു ക്ലാസ് റൂമിലുള്ള പഠനത്തെയാണ് അത് ബന്ധിപ്പിക്കുന്നത്. ഒരു അധ്യാപകൻ ക്ലാസ് റൂമിൽ പോകുന്നു, ആദ്യമായിട്ടൊരു ചാപ്റ്റർ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പാഠഭാഗം എടുക്കുകയാണ്, അല്ലെ? അപ്പൊ ആ പാഠഭാഗം എടുക്കുന്നു, വെറുതെ പറഞ്ഞു പോകുന്നു, കുട്ടികൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ നേരെ മറിച്ച് ആ അധ്യാപകൻ ആ കുട്ടികൾ നേരത്തെ പഠിച്ചത് എന്താണോ, നേരത്തെ അവർക്കൊരു പ്രയർ നോളേജ് ഉണ്ടാവും, അതെന്താണോ ആ പ്രയർ നോളേജിലേക്ക് എത്തിക്കും, അല്ലെ? പ്രയർ നോളേജ് എന്താണ് അതിൽ എത്തിച്ചിട്ട് അതിൽ നിന്ന് കൊണ്ടുവരും. അതാണ് ഈ പെഡഗോഗിക്കൽ തിയറി എന്ന് പറയുന്നത്. അതായത് എക്സ്പീരിയൻസിലൂടെ അവർ പഠിക്കുന്നു, അല്ലെങ്കിൽ അവർക്കുള്ള പ്രയർ നോളേജ് വെച്ചിട്ട് അവര് പഠിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളാർ സിസ്റ്റം. അതായത് ഒരു 3ാം ക്ലാസ്സിൽ അവരൊരു സോളാർ സിസ്റ്റം എന്താണ്, അല്ലെങ്കിൽ പ്ലാന്റ്സിനെയൊക്കെ അവരെ പറ്റി പഠിക്കുന്നു. എന്നാൽ മറിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവര് റെവല്യൂഷൻ എന്താണ്, റൊട്ടേഷൻ എന്താണ്, ഇതെല്ലാമാണ് പഠിക്കുന്നത്, അല്ലെ? സോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അവരുടെ പ്രിയർ നോളേജ് എന്താണോ അത് വെച്ചിട്ടുള്ള പഠനം. ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു സയൻസ് അധ്യാപകൻ വെറുതെ ഒരു എക്സ്പെരിമെന്റ് വെറുതെ വായ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല, അല്ലെ? അത് എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, അല്ലെ? എങ്കിൽ മാത്രമേ, അതായത് ഓരോ കുട്ടിയും അത് ചെയ്ത് പഠിക്കണം, എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതാണ് പെഡഗോഗിക്കൽ
തിയറി എന്ന് പറയുന്നത്. ഇനി ജനറൽ തിയറി എന്ന് പറയുമ്പോൾ പൊതുവായിട്ട്, അതായത് ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഉണ്ടാകേണ്ടത്, ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം കൊണ്ട് എന്ത് മൂല്യമാണ് അല്ലെങ്കിൽ എന്ത് ചിന്താഗതിയാണ് അവിടെ ഉണ്ടാവേണ്ടത്, അതായത് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമൂഹവുമായി റിലേറ്റ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാം നല്ല രീതിക്ക് എന്നുള്ളത് നോക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തമാണ് ജനറൽ തിയറി എന്ന് പറയുന്നത്. അത് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. റിപ്പബ്ലിക്, അതായത് പ്ലാറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ബുക്കില് നമ്മുടെ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്, സമൂഹത്തെ പറ്റി. അതുപോലെ റൂസോയുടെ എമിലി, എമിലി എന്ന് പറയുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസം, അതായത് ഓരോ നിലകളിലെ വിദ്യാഭ്യാസം, ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻസും എല്ലാം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. സോ ജനറൽ തിയറി അല്ലെങ്കിൽ ഈ പൊതുവായിട്ടുള്ള ഈ സിദ്ധാന്തം പറയുന്നത് ഒരു വ്യക്തിയെ എങ്ങനെ വിദ്യാസമ്പന്നനാക്കാം, മൂല്യങ്ങൾ കൊടുത്തും അറിവ് കൊടുത്തും എല്ലാം, അവനിലുള്ള സ്വഭാവ രൂപീകരണം, അതാണ് അതിൽ ജനറൽ തിയറിയിൽ പറയുന്നത്. അപ്പോ നമ്മൾ പഠിച്ചത് എന്തൊക്കെ തിയറീസ് ആണ്? ഡിസ്ക്രിപ്റ്റീവ് തിയറിയും പഠിച്ചു, പ്രാക്ടിക്കൽ തിയറി പഠിച്ചു. ഈ പ്രാക്ടിക്കൽ തിയറിനെ രണ്ടാക്കി തിരിച്ചു, പെഡഗോഗിയും ജനറൽ തിയറിയും. ഇനി അടുത്ത സ്ലൈഡിലേക്ക് നീങ്ങും. അടുത്തത് അപ്രോച്ചസ്. ഈ ജനറൽ തിയറി ഞാൻ പറഞ്ഞു ഒരു വ്യക്തി അല്ലെ, ആ ഒരു വ്യക്തിനെ ഏതൊക്കെ സമീപനങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ മാതൃകകളിലൂടെ നമുക്ക് അപ്രോച്ച്, ആ ഒരു ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെക്കനിസ്റ്റിക് മോഡൽ ഉണ്ട്, ആ ഒരു വ്യക്തിയെ ഏത് സമീപനത്തിലൂടെ പഠിപ്പിക്കാം. മെക്കനിസ്റ്റിക് മോഡൽ ഉണ്ട്, ഓർഗാനിസ്മിക് മോഡൽ ഉണ്ട്. മെക്കനിസ്റ്റിക് മോഡൽ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഇവിടെ വ്യക്തി യന്ത്രത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്നാൽ ഓർഗാനിസ്മിക് മോഡലിലോ, ഈ ഓർഗാനിസ്മിക് മോഡലിനെ ഗ്രോത്ത് മോഡൽ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്, ഗ്രോത്ത് മാതൃക. അത് ഒരു വ്യക്തിയെ ജീവിയായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അതായത് ഈ മെക്കനിസ്റ്റിക് മോഡലിലെ വക്താവാണ് തോമസ് ഹോബ്സ്, ഓർഗാനിസ്മിക് മോഡല് ഫ്രോബൽ. ഇതിലേക്ക് കൂടുതൽ നമുക്ക് ആഴത്തിലിറങ്ങാം. സോ മെഷീൻ വേഴ്സസ് ഓർഗാനിസം, അതായത് ഞാൻ പറഞ്ഞു മെക്കനിസ്റ്റിക് മോഡലിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയെ കാണുന്നത് യന്ത്രത്തോടാണ്. അതായത് ആ വ്യക്തി അധ്യാപകൻ എന്തൊക്കെ പറയുന്നു അത് എന്ത് മനസ്സിലാക്കുന്നു, ആ വ്യക്തി അധ്യാപകൻ കൊടുക്കുന്ന നൈപുണ്യം എല്ലാം വെച്ചുകൊണ്ട് ആ വ്യക്തി പഠിക്കുന്നു അല്ലെ. സോ അധ്യാപകനാണ് അവിടെ ആ കുട്ടിയുടെ കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത്. അധ്യാപകൻ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊടുക്കുന്നു, അത് മാത്രം കേട്ട ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്നു. ഒരു യന്ത്രത്തെ പോലെ അധ്യാപകൻ പറയുന്ന കാര്യങ്ങളൊക്കെ മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതാണ് എന്ത് മെക്കനിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. അതിന്റെ വക്താക്കള് തോമസ് ഹോബ്സ് മാത്രമല്ല, ഹെൽവിഷ്യസും ജെയിംസ് മിൽ സ്കിന്നർ എന്നീ 3 പേരും ഉണ്ട്. അതുപോലെ ഓർഗാനിസ്മിക് അല്ലെങ്കിൽ ഗ്രോത്ത് മോഡലിൽ പറയുന്നത് എന്താണ്, ഒരു വ്യക്തി ആ വ്യക്തിയിലെ ഉള്ളിൽ നിന്നുള്ള കഴിവുകൾ വളർത്തിയെടുക്കണം അല്ലെ. നമ്മള് ഇനേറ്റ് പൊട്ടൻഷ്യാലിറ്റീസ് അതിലെ നിർവചനങ്ങൾ നമ്മൾ പറഞ്ഞു. ആരൊക്കെ അത് പറഞ്ഞത്? റൂസോ, ഫ്രോബൽ, ജോൺ ഡ്യൂയി ഒക്കെ പറഞ്ഞു അല്ലെ. സോ ഇവരെല്ലാവരും എന്തിനെ കുറിച്ചാ പറഞ്ഞത്? ആ വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അന്തർലീനമായിട്ടുള്ള കഴിവിനെ പുറത്തേക്കെടുക്കുക, ടു ഡ്രോ ഔട്ട് അല്ലെ എന്നാണ് പറഞ്ഞത്. അതിന് ഉള്ള അവസരം അധ്യാപകർ ഒരുക്കി കൊടുക്കുക എന്ന് മാത്രം. അതിനുള്ള അവസരവും കാര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുക, പക്ഷെ ബാക്കി വിദ്യാർത്ഥിയാണ് ചെയ്യേണ്ടത് അവനുള്ളിലുള്ള കഴിവുകൾ അനുസരിച്ച്. അതാണ് ഓർഗാനിസ്മിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതിന്റെ വക്താക്കളാണ് ഫ്രോബൽ, ഡ്യൂയി, റൂസോ. ഇത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇനി നമ്മൾ സിദ്ധാന്തങ്ങളൊക്കെ നിർത്തിയിട്ടോ, സിദ്ധാന്തങ്ങളൊക്കെ അവസാനിച്ചു. അതായത് ഇപ്പം ഈ ചാപ്റ്ററിലുള്ള ഈ ഒരു യൂണിറ്റിലുള്ള സിദ്ധാന്തങ്ങളൊക്കെ അവസാനിച്ചു. നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് മോഡലും ഡിസ്ക്രിപ്റ്റീവ് തിയറി സിദ്ധാന്തവും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ തിയറി. ഈ പ്രാക്ടിക്കൽ തിയറിനെ 2ആയി ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ, പെഡഗോഗിക്കും ജനറലും. ഈ ജനറലിന് 2 സമീപനത്തിലൂടെ വിദ്യാർത്ഥികളെ നോക്കിക്കാണാം എന്ന് പറഞ്ഞു, മെക്കനിസ്റ്റിക്കും അതുപോലെ തന്നെ ഓർഗാനിസ്മിക് അല്ലെങ്കിൽ ഗ്രോത്ത് മോഡൽ അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതകളാണ്. സോ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? വെറുതെ കാണാപ്പാഠം പഠിക്കുന്നതോ അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും അറിവ് കിട്ടുന്നതോ ഒന്നുമല്ല. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമുക്ക് മൂല്യം കിട്ടണം. എന്ത് മൂല്യമാണ് നമുക്ക് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്നത്? നമ്മുടെ ചിന്താഗതിയെ മാറ്റുന്നതായിരിക്കണം ആ മൂല്യങ്ങൾ.
അല്ലാതെ വെറും ഒരു ജോലി കിട്ടാനോ ഒന്നും ആവരുത് അല്ലെ. നേരത്തെ ഫസ്റ്റ് ആമുഖത്തിൽ പറഞ്ഞതുപോലെ എക്കണോമിസ്റ്റുകൾ വിചാരിക്കുന്നത് ഇതൊരു എന്താ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ രൂപത്തിലാണ് കാണുന്നത്. സോഷ്യോളജിസ്റ്റ്സ് പറയുന്ന എന്താ, വെറും സമൂഹവുമായിട്ട് ജീവിക്കുന്ന ഒരു ജീവി അതാക്കാനാണ് വിദ്യാഭ്യാസം എന്ന് സോഷ്യോളജിസ്റ്റ്സ് പറയുന്നു. സോ പല ഫീൽഡിലും പല രീതിയാണ്, പക്ഷെ അതൊന്നുമല്ല വിദ്യാഭ്യാസം. അത് സ്വഭാവ രൂപീകരണം, നമ്മുടെ ചിന്താഗതി മാറ്റുന്നത്, നമുക്ക് മൂല്യങ്ങൾ കിട്ടണം. ഇത്രയുമാണ് വിദ്യാഭ്യാസം. അപ്പോ നമ്മള് ഇനി കടക്കാൻ പോകുന്നത് അതായത് ഓരോ പ്രോസസ്സിലൂടെയാണ്, അല്ലെങ്കിൽ ഓരോ എന്താ പറയാ ഫീച്ചേഴ്സ്, സവിശേഷതകൾ. ആദ്യം ഡെലിബറേറ്റ് പ്രോസസ്. ഡെലിബറേറ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ബോധപൂർവമായിട്ടുള്ള പ്രക്രിയ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബോധപൂർവമായിട്ടുള്ള പ്രക്രിയയാണല്ലോ അല്ലെ. അതൊരു ഇന്റൻഷണൽ ആക്ടിവിറ്റി ആണ്. നമ്മൾ ബോധപൂർവമായിട്ട് ചെയ്യുന്നു. നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു, അറിവ് കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു അല്ലെ. നമുക്ക് ഒരു പദവി, ഉന്നത പദവി കിട്ടാൻ വേണ്ടി, ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു പദവി കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നു. അതാണ് ഇന്റൻഷണൽ ആക്ടിവിറ്റി അല്ലെ. ഇനി ഡിസൈറബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തരുടെയും മാനസിക അവസ്ഥ വ്യത്യാസമാണ് വിദ്യാഭ്യാസത്തോടുള്ള. അതായത് ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് ഒരു വിദ്യാർത്ഥി എടുക്കാം, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും എനിക്ക് ജോലി കിട്ടാനാണ്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു പൊസിഷനിൽ എത്തണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം വിദ്യാഭ്യാസം കൊണ്ട് എന്ന് പറയും കുട്ടികൾ അല്ലെ. എന്നാൽ അധ്യാപകനാണെങ്കിലോ, അധ്യാപകന്റെ ചുമതല എന്താണ്? വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കുട്ടീനെ മോൾഡ് ചെയ്തെടുക്കാൻ, ഒരു കളിമണ്ണിൽ നിന്ന് എങ്ങനെ ഒരു പാത്രം ഉണ്ടാക്കിയെടുക്കുന്നു അത്രയും സൂക്ഷ്മതയോടുകൂടി പഠന രീതികളും എല്ലാം കൊടുത്തുകൊണ്ട്, മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് എങ്ങനെ രൂപീകരിച്ചെടുക്കാം എന്നുള്ളതാണ് അധ്യാപകരുടെ ചിന്ത. ഉണ്ടോ? ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഡിഫറെന്റ് ആണ്. അവരുടെയൊക്കെ മനസ്സിന്റെ ആ ഒരു ചിന്താഗതി ഡിഫറെന്റ് ആണ് വിദ്യാഭ്യാസത്തോട്. അപ്പൊ അതാണ് ഡെലിബറേറ്റ് പ്രോസസ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ബോധപൂർവമായിട്ടുള്ള ഒന്നാണ്. ഇനി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വർത്ത് വൈൽ പ്രോസസ്, വളരെ മൂല്യമുള്ള ഒന്നാണ് വിദ്യാഭ്യാസം എന്നാണ് രണ്ടാമത്തെ സവിശേഷത. അപ്പോ ഞാൻ പറയാൻ വന്ന കാര്യം, R.S. പീറ്റേഴ്സ് എന്ന് പറയുന്ന ചിന്തകൻ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ നിന്ന് എടുത്തിട്ടുള്ള സവിശേഷതകളെ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതകൾ എവിടെ നിന്ന് എടുത്തതാണ്? R.S. പീറ്റർ എന്ന് പറഞ്ഞ ചിന്തകന്റെ ഇതിൽ നിന്ന് എടുത്തതാണ്, ഒബ്സർവേഷനിൽ, നിരീക്ഷണത്തിൽ നിന്ന് എടുത്തതാണ്. ഇനി രണ്ടാമത്തത് വർത്ത് വൈൽ പ്രോസസ്, മൂല്യമുള്ള ഒന്നാണ് വിദ്യാഭ്യാസം അല്ലെ. അതായത് ഒരു എക്സാമ്പിൾ പറയാണ്, ഇവിടെ പറയുന്നതാണ് ഇൻസ്ട്രുമെന്റൽ വാല്യൂ അല്ലെങ്കിൽ ഇൻട്രിൻസിക്. ഇൻസ്ട്രുമെന്റൽ മീൻസ് വാട്ട്? അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി പഠിക്കുന്നു. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നു അല്ലെ. അത് മനസ്സിരുത്തിയുള്ള പഠനമല്ല, അത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള പഠനം. എന്നാൽ നേരെ തിരിച്ച് ഇൻട്രിൻസിക് എന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയത്തോടുള്ള അഗാധ ഇഷ്ടവും സന്തോഷത്തോടെയും ആ വിഷയത്തെ ഇരുന്ന് പഠിക്കുമ്പോൾ ഉള്ളത്, അതാണ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെ ഒരു മൂല്യമുള്ള പ്രക്രിയയായിട്ട് പറയുന്നത്. അപ്പോ വിദ്യാഭ്യാസം മൂല്യമുള്ള പ്രക്രിയയാണ്. എങ്ങനെയാണ്? ഇൻസ്ട്രുമെന്റൽ മൂല്യം, അതായത് ഇൻസ്ട്രുമെന്റൽ വാല്യൂ ഇൻട്രിൻസിക് ആയി മാറുമ്പോൾ അല്ലെ. ഇൻസ്ട്രുമെന്റൽ മീൻസ് ജസ്റ്റ് ഫോർ ഗെറ്റിംഗ് സംതിങ് അല്ലെ. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് വി ആർ ഗെറ്റിംഗ് എഡ്യൂക്കേറ്റഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു, ജോലി കിട്ടാൻ ഒക്കെ വേണ്ടി പഠിക്കുന്നു. പക്ഷെ അത് ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇഷ്ടത്തോടെ, നമ്മൾ സന്തോഷത്തോടെ ഒരു സംഭവം പഠിക്കുമ്പോഴാണ് അത് ഇൻട്രിൻസിക് ആവുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്ത്? ടാസ്ക് വേർഡ്, അച്ചീവ്മെന്റ് വേർഡ്. അതായത് ടാസ്ക് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അധ്യാപകന്റെ ടാസ്ക് എന്താണ്? ടു ഗിവ് കറക്റ്റ് ആയിട്ടുള്ള പഠന രീതികളും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ ചുമതല. അച്ചീവ്മെന്റ് മീൻസ് വാട്ട്? ആ പഠന രീതികളൊക്കെ സ്വായത്തമാക്കിക്കൊണ്ട് വിദ്യാർത്ഥി നല്ല രീതിയിൽ പഠിച്ചെടുക്കുമ്പോൾ അതെന്താകുന്നു? വിദ്യാഭ്യാസമാകുന്നു എന്നാണ് ഗിൽബർട്ട് റെയിൽ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത്, R.S. പീറ്റേഴ്സ് പറയുന്നത്, ടു കോൾ സംതിങ് എഡ്യൂക്കേഷണൽ ഇസ് ടു ഇന്റിമേറ്റ് ദാറ്റ് ദ പ്രോസസ് ആൻഡ് ആക്ടിവിറ്റീസ് themselves contribute to or involve something that is valuable or worthwhile. അതായത് നമ്മൾ സന്തോഷത്തോടെയും ആഗ്രഹത്തോടെയും പഠിക്കണം, എന്നാൽ മാത്രമേ വിദ്യാഭ്യാസത്തിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് R.S. പീറ്റേഴ്സ്. ഇനി രണ്ടാമത്തെ സവിശേഷതയും പഠിച്ചു അല്ലെ. ആദ്യത്തെ ഡെലിബറേറ്റ് പ്രോസസ്, ബോധപൂർവമായിട്ടുള്ള പ്രക്രിയയാണെന്ന് പഠിച്ചു. രണ്ടാമത്തത് വാല്യൂബിൾ ആയിട്ടുള്ള, വളരെ മൂല്യമുള്ള പ്രക്രിയയാണെന്ന് പഠിച്ചു. ഇനി വിദ്യാഭ്യാസത്തിന് എപ്പോഴും ഒരു മാനദണ്ഡമുണ്ട്.
വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ജോലി കിട്ടാനോ അറിവ് കിട്ടാനോ മാത്രമല്ല, അതിനൊരു മാനദണ്ഡമുണ്ട്. വാല്യൂ, അതായത് നമുക്ക് മൂല്യം കിട്ടണം. ഒരു വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് മൂല്യം കിട്ടണം. അതുകൂടാതെ വേറെന്തൊക്കെ വേണം? നമ്മുടെ ചിന്താഗതിയിലുള്ള മാറ്റം, അല്ലെ? ചിന്താഗതിയിലുള്ള മാറ്റം വേണം, മൂല്യം കിട്ടണം, അതുപോലെ സ്വഭാവ രൂപീകരണം നടക്കണം, അല്ലെ? ഇതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ മാനദണ്ഡങ്ങളാണ്. ഒരു എക്സാമ്പിൾ പറയാണ്, പിക്ക് പോക്കറ്റിംഗ് പറഞ്ഞു കൊടുക്കുന്ന ആൾ, അല്ലെങ്കിൽ പിക്ക് പോക്കറ്റിംഗ്, അതായത് പോക്കറ്റ് അടി പഠിപ്പിക്കുന്ന ഒരാൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് വിദ്യാഭ്യാസമായിട്ട് കണക്കാക്കാൻ പറ്റും? അവിടെ എന്ത് മൂല്യമാണുള്ളത്? അവിടെ ഒരു മൂല്യവും ഇല്ല, ഒരു നന്മയില്ല, അല്ലെ? ഇതൊരിക്കലും ഒരു വിദ്യാഭ്യാസമല്ല. വിദ്യാഭ്യാസം എപ്പോഴാണ് ഒരു നല്ലൊരു ഇതാവുന്നത് എന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് നല്ല ഒരു കാര്യമാകുന്നത് എപ്പോഴാണ്? അത് മൂല്യമുള്ളതാകുമ്പോൾ, വാല്യുബിൾ ആകുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മുടെ ചിന്താഗതിയെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുമ്പോൾ, അല്ലേ? ഇവിടെ പറയുന്നുണ്ട് എയിംസ് വേഴ്സസ് പേർപ്പസ്. എയിം, നമുക്കൊരു ലക്ഷ്യമുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എനിക്ക് പഠിച്ച് ടീച്ചർ ആവണം, എനിക്ക് പഠിച്ച് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് പഠിച്ച IAS IPS. പേർപ്പസ്, ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞത്. പേർപ്പസ് എന്താണ്? നമ്മളത് പഠിച്ച് അതായി കഴിയുമ്പോഴാണ് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ എയിമും പേർപ്പസും ആണോ വിദ്യാഭ്യാസം? അല്ല, അല്ലേ? പക്ഷെ ആ പഠിപ്പിലൂടെ നമുക്ക് എന്ത് മൂല്യം അല്ലെങ്കിൽ എന്ത് നന്മ നമുക്ക് കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതാണ് എഡ്യൂക്കേഷൻ സജസ്റ്റഡ് ക്രൈറ്റീരിയ. ഇനി അടുത്തത് പ്രോഗ്രസീവ് ഐഡിയോളജി, വിച്ച് മീൻസ് പുരോഗമന ചിന്താഗതി. അതാണ് അടുത്തൊരു സവിശേഷത. അപ്പൊ നമ്മൾ ഡെലിബറേറ്റ് പ്രോസസ്, ബോധപൂർവമായുള്ള പ്രക്രിയയാണെന്ന് പഠിച്ചു. പിന്നീട് പഠിച്ചത് എന്താണ്? അതായത് അതൊരു വർത്ത് വൈൽ പ്രോസസ് ആണ്, വാല്യൂബിൾ ആയിട്ടുള്ള മൂല്യമുള്ള പ്രക്രിയയാണെന്ന് പഠിച്ചു, അല്ലെ? അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്താണ്? വിദ്യാഭ്യാസത്തിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, മാനദണ്ഡം. എന്താണ് ക്രൈറ്റീരിയ? മൂല്യം കിട്ടണം. ഇനി പ്രോഗ്രസീവ് ഐഡിയോളജി, അതായത് പുരോഗമന ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിദ്യാഭ്യാസം എപ്പോഴും ചൈൽഡ് സെന്റേർഡ് ആയിരിക്കണം. ആ കുട്ടിക്ക് എന്താണ് വേണ്ടത്? കുട്ടിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസം. ലേണിംഗ് ബൈ ഡൂയിങ്, എക്സ്പീരിയൻസിലൂടെ ആ കുട്ടി പഠിക്കണം, അല്ലേ? അല്ലാതെ ഒരിക്കലും പണിഷ്മെന്റ്, അതായത് നീ പഠിക്കൂ എന്ന് പറഞ്ഞ് അതിനെ നിർബന്ധിച്ച് പഠിപ്പിക്കാൻ പാടില്ല. ചൈൽഡ് സെന്റേർഡ് എന്ന് പറഞ്ഞതല്ല. ചൈൽഡ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടിയുടെ ഇനേറ്റ് ആയിട്ടുള്ള ഉള്ളിലുള്ള കഴിവുകൾ എന്താണോ അത് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത് പ്രോഗ്രസീവ് ഐഡിയോളജി. സോ ഇതിന്റെ വക്താക്കൾ, അതായത് ഇവിടെ ടീച്ചറിന്റെ റോൾ എന്താ? അധ്യാപകന്റെ റോൾ എന്താ? കുട്ടിക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക, അതിനനുസരിച്ചിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുക. ലേണിംഗ് ബൈ ഡൂയിങ്, അതായത് കുട്ടി അനുഭവിച്ചു പഠിക്കാനായിട്ടുള്ള, അനുഭവങ്ങളിലൂടെ പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ പങ്ക്. ഇതിന്റെ വക്താക്കൾ എന്ന് പറയുമ്പോൾ ഫ്രോബൽ, ടാഗോർ, ജെ കൃഷ്ണമൂർത്തി, ഓറോബിന്ദോ, ജോൺ ഡൂയി ഒക്കെയാണ് പ്രപ്പോണൻസ്. ഓക്കെ, ഇതാണ് പുരോഗമന ചിന്താഗതി. ഇനി നമ്മള് സവിശേഷതകൾ പഠിച്ചു. ഇനി മാനർ വേഴ്സസ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ, ഉള്ളടക്കം. ഒരു ഉള്ളടക്കം എങ്ങനെ ഒരു കുട്ടിയിലേക്ക് എത്തിക്കുന്നു? മാറ്റർ, വാട്ട്, അല്ലെ? എങ്ങനെ, ഹൗ, എങ്ങനെ എത്തിക്കുന്നു, എങ്ങനെ എത്തിക്കുന്നു ഒരു കുട്ടിയിലേക്ക്? ഒരു പ്രത്യേക, നമ്മളൊരു ചാപ്റ്റർ എടുക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേക കോണ്ടന്റ് എടുക്കുകയാണെങ്കിൽ അത് ആ കുട്ടിയിലേക്ക് എങ്ങനെ എത്തിക്കുന്നു? ഏത് പഠന രീതിയിലൂടെ എത്തിക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടി ഏത് രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു? ഇതൊക്കെയാണ് മാറ്റർ അല്ലെങ്കിൽ മാനർ വേഴ്സസ് മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? ഈ സവിശേഷതയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? ആ കുട്ടി എക്സ്പീരിയൻസിലൂടെ പഠിക്കണം, കുട്ടി തിരഞ്ഞെടുക്കട്ടെ ഏത് രീതിയിലാണ് അവന് പഠിക്കാൻ സാധിക്കുക, ഏത് രീതിയിൽ അവന് മുന്നോട്ട് പോകാൻ സാധിക്കും, ഏത് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഏത് രീതി സ്വീകരിച്ചാൽ അവന് ആ പഠനം സ്വായത്തമാക്കാം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? വിദ്യാർത്ഥിയാണ്, അല്ലെ? സോ എഡ്യൂസെറെ വേഴ്സസ് എഡ്യൂക്കാറെ, അല്ലെ? എഡ്യൂസെറെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡിങ് ഔട്ട്. എഡ്യൂക്കാറെ സ്റ്റാമ്പിങ് ഇൻ. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്, അല്ലെ? അതായത് നമ്മൾ ഒരിക്കലും ഇമ്പോസ് ചെയ്യാൻ പാടില്ല. ആ കുട്ടിയുടെ ഉള്ളിലുള്ളത് എന്താണോ അത് വേണം പുറത്തേക്ക് വരാൻ എന്നുള്ള വാല്യൂ ആണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെ? ഇനി നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചു, അല്ലെ? നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എറ്റിമോളജി, ഡെഫിനിഷൻസ്, തിയറീസ് ഒക്കെ പഠിച്ചു, ഇല്ലേ?
ഇനി നമുക്ക് നമ്മുടെ സെൽഫ് അസസ്മെന്റ് നടത്തണ്ടേ, എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു പാഠഭാഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അല്ലെ. ആദ്യ ക്വസ്റ്റ്യൻ, which approach views a pupil as a device regulated from outside? വെരി സിമ്പിൾ അല്ലെ. നമുക്ക് ഔട്ട്സൈഡ് പുറത്തു നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഏതായിരിക്കും? ഓർഗാനിസ്മിക് ആണോ മെക്കാനിസ്റ്റിക് ആണോ? യെസ്, മെക്കാനിസ്റ്റിക് ആണ് അല്ലെ. ഒരു വ്യക്തിയെ യന്ത്രത്തോട് ഉപമിച്ചിരിക്കുകയാണ്, അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ എഡ്യൂക്കേഷൻ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, എഡ്യൂക്കേഷൻ ഇസ് എ ചൈൽഡ്സ് ഡെവലപ്മെന്റ് ഫ്രം വിത്തിൻ. ഹു സെഡ് ദിസ്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണെന്ന് പറഞ്ഞത് ആരാണ്? ഒബ്വിയസ്ലി ഇറ്റ്സ് റൂസോ അല്ലേ. റൂസോ അല്ലേ പറഞ്ഞത്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഇസ്, which term refers to the manner or leading out? ഏതാണ്? എഡ്യൂക്കാറെ ആണോ എഡ്യൂസെറെ ആണോ? എഡ്യൂസെറെ അല്ലെ. സോ നിങ്ങൾക്ക് ഈ യൂണിറ്റിൽ നിന്ന് ഈ സെൽഫ് അസസ്മെന്റ് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമുക്കൊന്ന് റീക്യാപ്പിൽ പോയി നോക്കാം. അതായത് നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാക്ക് അല്ലെ, ലാറ്റിൻ റൂട്ട് പഠിച്ചു. അതുപോലെ തന്നെ എഡ്യൂസെറെ, എഡ്യൂക്കാറെ, എഡ്യൂക്കാണ്ടം, പിന്നെ ഡെഫിനിഷൻസ് പഠിച്ചു അല്ലെ. ആത്മീയപരമായിട്ടുള്ളത് ഡെഫിനിഷൻ, ഇനേറ്റ് ഹ്യൂമൻ ബീങ് അല്ലെ, ഇനേറ്റ് അതായത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ്, ആ രീതിയിലുള്ള നിർവചനങ്ങൾ പഠിച്ചു. സമൂഹവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിർവചനങ്ങൾ ഏതൊക്കെയാണ് അത് പഠിച്ചു. പിന്നെ തിയറീസ് പഠിച്ചു, ഡിസ്ക്രിപ്റ്റീവ് തിയറി പഠിച്ചു, പ്രായോഗിക തിയറി നമ്മൾ പഠിച്ചു. ഈ പ്രായോഗിക തിയറിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് നമ്മൾ പഠിച്ചു അല്ലെ, പെഡഗോഗിക്കലും ജനറലും. ഈ ജനറൽ തിയറി തന്നെ രണ്ട് സമീപനങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. മോഡൽസ്, മാതൃകകൾ നമ്മൾ പഠിച്ചു, മെക്കാനിസ്റ്റിക്, ഓർഗാനിസ്മിക്. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? ഫീച്ചേഴ്സ് പഠിച്ചു അല്ലെ. വിദ്യാഭ്യാസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഡെലിബറേറ്റ് പ്രോസസ്, ബോധപൂർവമായിട്ടുള്ള പ്രക്രിയ. അതുപോലെ വർത്ത് വൈൽ, അതായത് വളരെ മൂല്യമുള്ള ഒന്നാണ്. അങ്ങനെ ഇൻട്രിൻസിക്, അതായത് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡമുണ്ട്. മൂല്യം കിട്ടുന്നത് ഒന്നായിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്നതും ഉണ്ട്. പിന്നെ മാനർ വേഴ്സസ് മാറ്റർ. മാനർ വേഴ്സസ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അത് ആ കുട്ടി ഏത് രീതിയിലാണ് എടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന പഠന രീതി, എക്സ്പീരിയൻസ് അല്ലെ, ലേണിംഗ് ബൈ ഡൂയിങ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എന്ത്? മാനർ വേഴ്സസ് മാറ്റർ. സോ നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതായത് വിദ്യാഭ്യാസം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസം ജസ്റ്റ് അറിവ് കിട്ടുന്നത് മാത്രമല്ലാതെ നമ്മുടെ സ്വഭാവ രൂപീകരണം നടക്കട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവട്ടെ, മറ്റുള്ളവർക്ക് ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ അതിയായി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നന്ദി, നമസ്കാരം.